വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം തുടർക്കഥയാകുന്നു. പരാതിയുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ. ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകി മോട്ടോർ വാഹന വകുപ്പ്. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനെ ചൊല്ലി SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. 4 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടിയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയുടെ സ്വർണ്ണമാല കവർന്ന സംഭവത്തിലെ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി സ്വദേശി ദിൽജിത്താണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. പീച്ചിയിൽ വീണ്ടും ഭൂചലനം, ഭീതിയിൽ പ്രദേശവാസികൾ. പീച്ചി മേഖലയിൽ തുടർച്ചയായി വീണ്ടും ഭൂചലനം. തിങ്കളാഴ്ച ഭൂചലനം ഉണ്ടായതിനു ശേഷം ഇന്ന് രാവിലെ വീണ്ടും ഭൂചലനം ഉണ്ടായിരിക്കുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള ഭൂചലനമല്ല എന്നുള്ളതിനാൽ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടില്ല. തുടർ പ്രകമ്പങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി പ്രദേശവാസികൾ ഭീതിയിലാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇത് ചിറ്റിലപ്പള്ളി ലോനപ്പൻ എന്നയാളുടെ വീടാണ്. ഇവിടെയെല്ലാം ചുമരുകളെല്ലാം എല്ലാ മുറികളിലെ ചുമരുകളിലും വിള്ളൽ ഉണ്ടായിരിക്കുന്നു. 20ഓളം വീടുകളിൽ ഇതിനകം തന്നെ വിള്ളലുണ്ടായി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ മേഖല പീച്ചി ഡാമിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ ഹാളിലുള്ള ചുമരിലെല്ലാം വലിയ നീളത്തിലുള്ള വിള്ളലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം ഭൂചലനം ഉണ്ടായത് തിങ്കളാഴ്ച വൈകിട്ടാണ്. ആ വീട്ടുകാർ തന്നെ പറയും, എന്തായിരുന്നു അനുഭവം? തിങ്കളാഴ്ച വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം ഒരു 6, 10 അതിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് റൂമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ആ റൂമിൽ നിന്ന് എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കരമായൊരു മുഴക്കത്തൊരു സൗണ്ടും പിന്നെ എന്താ പറയുക ഒരു പ്രകമ്പനം പോലെ. അപ്പം ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി, ഞാനും കൊച്ചും ഇറങ്ങി ഓടി ഈ ഹോളിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ അപ്പോൾ ആ സമയത്ത് എനിക്ക് പരിശോധിക്കാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ഉണ്ടായി ചെറിയ തോതിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഫുൾ ഇങ്ങനെ എല്ലാ റൂമിലും ഇങ്ങനെ വിള്ളലുകൾ വന്നിട്ടുണ്ട്. ഇത് ഒരു വീട്ടിലെ മാത്രം അവസ്ഥയല്ല, പ്രദേശത്തെ നിരവധി വീടുകളിലുണ്ട്. 20ലധികം വീടുകളിൽ ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മാത്രമല്ല തുടർച്ചയായ പ്രകമ്പനങ്ങൾ. ഇത് പീച്ചി ഡാമിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഭൂചലനം ഉണ്ടായിട്ടുള്ളത്, ഈ പ്രകമ്പനം എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി വീടുകളിൽ വിള്ളലുണ്ട് എന്നതിനൊപ്പം തന്നെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇവിടെ ഒരു ജലശുദ്ധീകരണശാലയും അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിലേക്ക് ഉൾപ്പെടെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന വലിയ ടാങ്കുകളുമുണ്ട്. ഇപ്പോൾ വാർഡ് അംഗം സന്ധ്യ ഷാജിയുണ്ട്. പ്രദേശവാസികൾ ഭീതിയിലാണ്. പ്രദേശവാസികൾ നല്ല ഭീതിയിലാണ്. അടിക്കടിയായി 3-ാം തവണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭീതിയുണ്ട് നന്നായിട്ട്. റവന്യൂ അധികൃതർ ഇവിടെ എത്തിയിരുന്നു, എന്തായിരുന്നു പ്രതികരണം? എത്തിയിരുന്നു. അവർ നന്നായിട്ട് അന്വേഷിക്കാം, പഠനങ്ങൾ നടത്താമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷയും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പീച്ചി ഡാമിൻ്റെ 1 കിലോമീറ്റർ പരിധിയിലാണ് ഈ ഭൂചലനങ്ങളെല്ലാം, ഈ പ്രകമ്പനങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടുള്ളത്. ഈ കയറ്റം പീച്ചി ഡാമിൻ്റെ റിസർവോയർ മേഖലയിലേക്കാണ് ഈ കയറ്റം പോകുന്നത്. ഈ വഴിയിലുള്ള വീടുകളിലെല്ലാമാണ് ഈ പ്രകമ്പനങ്ങൾ മൂലം, തുടർച്ചയായ ഭൂചലനം മൂലം വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളതും. ഇതുമൂലം പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. TCVക്ക് വേണ്ടി പീച്ചിയിൽ നിന്നും ക്യാമറമാൻ റോയോടൊപ്പം മുകേഷ് ലാൽ. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം തുടർക്കഥയാകുന്നു. പരാതിയുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും തിരൂർ, തൃശൂർ ഭാഗത്തേക്കുള്ള സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റുന്നില്ലെന്നാണ് പരാതി. ബസ്സുകളിലെ വാതിലടച്ചിട്ടും കണ്ടക്ടർമാർ തടഞ്ഞു നിർത്തിയുമാണ് വിദ്യാർത്ഥികളോട് ക്രൂരത കാട്ടുന്നത്. മുൻപ് ഇതേ സ്റ്റാൻഡിൽ ബസ്സിൽ കയറാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്ന വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് കുറച്ചു ദിവസം കുട്ടികളോട് മാന്യമായാണ് ബസ് ജീവനക്കാർ പെരുമാറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 7:30 മുതൽ 8:45 വരെ നിന്നിട്ടും 11 വിദ്യാർത്ഥികൾക്ക് ബസ്സിൽ കയറി സ്കൂളുകളിലേക്ക് പോകാൻ കഴിയാതെ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങേണ്ടി വന്നു. ഇതോടെ നിയമം ലംഘിക്കുന്ന ബസ്സുകളുടെ പേരുവിവരം സഹിതം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്റ്റാൻഡിലെത്തി ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകി. ഇനിയും പരാതിക്കിടയാക്കുന്ന പ്രവൃത്തികൾ ബസ് ജീവനക്കാരിൽ നിന്നും ഉണ്ടായാൽ വിട്ടുവീഴ്ചയില്ലാതെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. TCV തൃശൂർ. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനെ ചൊല്ലി SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. 4 പേർക്ക് പരിക്കേറ്റു. സംഘർഷത്തിൽ ABVP പ്രവർത്തകനായ അഞ്ഞൂർകുന്ന് സ്വദേശി ദേവജിത്ത്, SFI യൂണിറ്റ് പ്രസിഡന്റ് ശ്രീഹരി, SFI പ്രവർത്തകരായ ശ്രീകുട്ടൻ, നന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട ABVP വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിനും വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് BJP നേതൃത്വം കുന്നംകുളം പോലീസിലും രേഖാമൂലം പരാതി നൽകിയിരുന്നു. എന്നാൽ കോളേജ് അധികൃതരുടെയോ പോലീസിന്റെയോ ഭാഗത്തുനിന്ന് ബോർഡ് നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകാൻ
തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ ABVP പ്രവർത്തകർ തന്നെ ഫ്ലക്സ് ബോർഡ് പൊളിച്ചുമാറ്റി. ഇതേ തുടർന്നുണ്ടായ തർക്കം സംഘർഷത്തിലും ആക്രമണത്തിലും കലാശിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കണ്ണിന് പരിക്കേറ്റ ദേവജിത്തിനെ കുന്നംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ABVP നേതാവിന്റെ നേതൃത്വത്തിൽ SFI പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായതെന്ന് SFI ആരോപിച്ചു. എരുമപ്പെട്ടിയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയുടെ സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി സ്വദേശി എലിക്കോടൻ വീട്ടിൽ ദിൽജിത്താണ് പിടിയിലായത്. കരിയന്നൂർ അണ്ടേക്കാട്ട് പീടികയിൽ ബീവാത്തുവിന്റെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് യുവാവ് കവർന്നത്. കഴിഞ്ഞ 12-നാണ് കവർച്ച നടന്നത്. പകൽ സമയത്ത് വീട്ടിലേക്ക് കയറിയ മോഷ്ടാവ് കട്ടിലിൽ കിടക്കുകയായിരുന്ന ബീവാത്തുവിന്റെ കഴുത്ത് ഞെരുക്കി മാല ഊരിയെടുക്കുകയായിരുന്നു. മോതിരവും ഊരിയെടുക്കുവാനുള്ള പിടിവലിയിൽ മോഷ്ടാവ് ബീവാത്തുവിന്റെ കൈപിടിച്ച് തിരിച്ചതിനെ തുടർന്ന് വിരലുകൾക്ക് പരിക്കേറ്റിരുന്നു. പ്രദേശത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയെ സംഭവസ്ഥലത്തും പ്രതിയുടെ വീട്ടിലും കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തി. സ്വർണം എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി പുതിയതാക്കി മാറ്റിയെടുത്ത് പണയമിടപാട് സ്ഥാപനത്തിൽ കൊണ്ടുചെന്ന് പണയപ്പെടുത്തി പണമാക്കി മാറ്റിയെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. പ്രതിയെ ഈ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയും തെളിവെടുപ്പ് നടത്തി. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചലച്ചിത്ര താരം ടൊവിനോ തോമസിന്റെ ഇരിങ്ങാലക്കുടയിലെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ വായ് മൂടിക്കെട്ടിയായിരുന്നു പ്രതിഷേധം. ടൊവിനോ തോമസ് സെലക്ടീവ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുവെന്ന് യുവമോർച്ച പ്രവർത്തകർ ആരോപിച്ചു. യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ആശിഷ ടി രാജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ആളൂർ മണ്ഡലം പ്രസിഡന്റ് വിശ്വജിത്ത്, ജനറൽ സെക്രട്ടറി അശ്വന്ത്, മണ്ഡലം സെക്രട്ടറി ശ്രീമോൻ, യുവമോർച്ച നേതാക്കളായ അഭിനവ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നവീകരണം നടക്കുന്ന ചാലക്കുടി കണ്ണമ്പുഴ അമ്പലം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിന് MLA സനീഷ് കുമാർ ജോസഫും സംഘവും സ്ഥലത്തെത്തി. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 39 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രാചീനമായ ടെമ്പിൾ റോഡ് നവീകരിക്കുന്നത്. നിർമ്മല കോളേജിന് ശേഷമുള്ള ജംഗ്ഷൻ മുതൽ ക്ഷേത്രത്തിന്റെ മുൻഭാഗം വരെ 270 മീറ്റർ നീളത്തിലും 10.60 മീറ്റർ വീതിയിലും ടൈൽ വിരിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. നിലവിലുള്ള ടാറിംഗ് പൊളിച്ച് GSB വിരിച്ചതിന് ശേഷമാണ് ടൈൽ പതിപ്പിക്കുന്നത്. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും ക്ഷേത്രം റോഡിന്റെ ഇരുഭാഗവും പ്രദേശവാസികളുടെ സഹകരണത്തോടെ സൗന്ദര്യവൽക്കരിക്കുമെന്നും MLA പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബുവും ക്ഷേത്രം തന്ത്രി ശങ്കരൻ നമ്പൂതിരി, കൌൺസിലർമാരായ ഷിബു വാലപ്പൻ, KB ഉണ്ണികൃഷ്ണൻ, കണ്ണമ്പുഴ ക്ഷേത്ര സേവാസമിതി അംഗം KM ഹരിനാരായണൻ തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. വാടാനപ്പള്ളിയിൽ പൊതുസ്ഥലത്ത് യാത്രാ തടസ്സം സൃഷ്ടിക്കുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്ത ബസ് ജീവനക്കാർ അറസ്റ്റിലായി. കാഞ്ഞാണി ആനക്കാട് സ്വദേശി പള്ളിപ്പാട്ട് വീട്ടിൽ ശരത് വിഷ്ണു, മണലൂർ സ്വദേശി തുരുത്തി വീട്ടിൽ അഖിൽ, അരുമ്പൂർ സ്വദേശി കോലാട്ട് വീട്ടിൽ പ്രശാന്തൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി സെന്ററിലെ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വഴിനടക്കൽ ബസ്സിലെയും തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന തേവർ കർണൻ ബസ്സിലെയും ജീവനക്കാർ മറ്റ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും മാർഗതടസ്സം സൃഷ്ടിക്കും വിധം പബ്ലിക് റോഡിൽ എഞ്ചിൻ ഓഫ് ചെയ്ത് ബസ്സുകൾ നിർത്തിയിട്ട് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. സ്കിന്നിന്റെയും കാര്യമാണ്, അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs.
വാർത്തയിലേക്ക്. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട വധശ്രമ കേസ് പ്രതിക്കായി തിരച്ചിൽ തുടരുന്നു. പുനേർകുളം സ്വദേശി ഷിഫാനാണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്കായി വടക്കേക്കാട് ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയതായിരുന്നു. പുന്നയൂർ റോഡിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോയത്. കയ്യിൽ വിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതി കറുത്ത മുണ്ടാണ് ധരിച്ചിരുന്നത്. വിവരം ലഭിക്കുന്നവർ 0487 25 42 39 0 എന്ന നമ്പറിൽ അറിയിക്കണം. തിരുവനന്തപുരം കിളിമാനൂരിലുണ്ടായ വാഹനാപകടത്തിൽ കട്ടിലപ്പൂവം സ്വദേശിയായ യുവാവ് മരിച്ചു. കറപ്പൻചിറയ്ക്ക് സമീപം താമസിക്കുന്ന പതിയാൻ ഡേവിസ് മകൻ 26 വയസ്സുള്ള ജിത്തുവാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മേക്കനാമറ്റം വീട്ടിൽ അമൽ, ഡ്രൈവർ ഇടപ്പറമ്പിൽ ഷാജി എന്നിവർ പരിക്കുകളോടെ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ മാറ്റാമ്പുറത്ത് മാർവൽ ഏജൻസി ജീവനക്കാരായ ഇവർ കടകളിലേക്ക് ഉൽപ്പന്നങ്ങളുമായി പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. കുടുംബശ്രീക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തെ ചൊല്ലി കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. 1-ാം നമ്പർ CDSൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നും ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നുമായിരുന്നു BJPയുടെ ആവശ്യം. അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷം വിഷയം പരിഗണിക്കാമെന്ന ചെയർപേഴ്സൺ ഹണി പീതാംബരന്റെ നിർദ്ദേശം പ്രതിപക്ഷം അംഗീകരിച്ചില്ല. തുടർന്ന് BJP അംഗങ്ങൾ മുദ്രാവാക്യം വിളിയുമായി ചെയർപേഴ്സന്റെ ഇരിപ്പിടത്തിന് മുന്നിലേക്കെത്തി. LDF കൌൺസിലർമാർ ചെയർപേഴ്സന് പിന്തുണയുമായി എത്തിയതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു. ഇതിനിടെ അജണ്ടകൾ പാസായതായി അറിയിച്ച് ചെയർപേഴ്സൺ യോഗം അവസാനിപ്പിച്ചു. തുടർന്ന് BJP കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരിയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കുറ്റിമൂച്ചിക്കൽ സെയ്ദ് മുഹമ്മദിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. ശക്തമായ ചുഴലിക്കാറ്റിലാണ് വീടിന് സമീപം നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണത്. മേൽക്കൂരയും വീടിന്റെ അടുക്കളയുടെ ഭാഗത്തുള്ള ചുമരുകളും തകർന്നു. വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വീട്ടുകാർ പുറത്തേക്ക് ഓടിയിറങ്ങിയതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV വിവേക്, വാർഡ് മെമ്പർ ഷീജ ആനന്ദൻ, മുൻ മെമ്പർ NP അജയൻ എന്നിവർ വീട് സന്ദർശിച്ചു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമരം നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൃപ്രയാറിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു അന്തിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, PK നന്ദനൻ, CS മണികണ്ഠൻ, AK വാസൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബഷീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗോപാലകൃഷ്ണൻ, കൌൺസിലർ ശ്യാമള മുരളീധരൻ, സിൻഡോമോൾ സോജൻ, VM സുലൈമാൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം CMS UP സ്കൂളിന് മുന്നിൽ ദേശീയപാതയോരത്ത് നിൽക്കുന്ന വീട്ടിമരം അപകട ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം മരത്തിന്റെ ദ്രവിച്ച കൊമ്പുകൾ സ്കൂൾ വളപ്പിനകത്തേക്ക് വീണിരുന്നു. സ്കൂൾ ഇല്ലാത്ത ദിവസമായതിനാലാണ് വലിയ അപകടം ഒഴിവായത്. പലതവണ പഞ്ചായത്തിന് പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് പ്രധാനാധ്യാപകൻ ബിനോയ് പറഞ്ഞു. സ്കൂളിലെ പ്രധാനാധ്യാപകനാണ്. നമ്മുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തായിട്ട് ഒരു വീട്ടിമരം നിൽക്കുന്നുണ്ട്. ഒരു അപകടാവസ്ഥയിലായിട്ട് കുറേ വർഷങ്ങളായി. അത് എല്ലാ തവണയും നമ്മളിതിന് അപേക്ഷ പഞ്ചായത്തിലേക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതുവരെ അത് മുറിച്ച് മാറ്റപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ചില്ലകൾ വീണിട്ട് കുട്ടികൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. സ്കൂളിനും കുട്ടികൾക്കൊക്കെ ഒരു അപകട നിലയിലാണ് ഞങ്ങളിപ്പോൾ വളരെ ഭയത്തോട് കൂടിയിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് MLAയെയും കളക്ടറെയും ദേശീയപാത അതോറിറ്റിയെയും സമീപിക്കുമെന്ന് PTA പ്രസിഡന്റ് രഞ്ജിത്ത് പറഞ്ഞു. ചെന്തമിഴ് ചൊല്ലിന്റെ അഴകിൽ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക ചോതി മഹോത്സവം ആഘോഷിച്ചു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 100 കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾ ക്ഷേത്രനഗരിക്ക് ആത്മീയ അനുഭവമായി മാറി. കർക്കിടക ചോതി ഉത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വടക്കേ നടപ്പന്തലിൽ തമിഴ് ഭക്തരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടന്നു. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുന്ദരമൂർത്തി നായനാരുടെയും ചേരമാൻ പെരുമാളിന്റെയും പഞ്ചലോക വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷമാണ്
വിശേഷാൽ പൂജകൾ നടന്നത്. രാത്രിയിൽ പുഷ്പാലങ്കാരങ്ങളാൽ മനോഹരമാക്കിയ മരം കൊണ്ടുള്ള വെള്ളാനപ്പുറത്തും കുതിരപ്പുറത്തും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് തേവാര ഗീതങ്ങളും വാദ്യമേളങ്ങളും മുഴക്കിക്കൊണ്ടുള്ള ഭക്തിനിർഭരമായ എഴുന്നള്ളിപ്പ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. തുടർന്ന് ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ പ്രത്യേക പീഠത്തിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ഭജനയും വിശേഷാൽ പൂജകളും നടന്നു. സുന്ദരമൂർത്തി നായനാരും ചേരമാൻ പെരുമാളും തിരുവഞ്ചിക്കുളത്ത് നിന്ന് വെള്ളാനപ്പുറത്തും കുതിരപ്പുറത്തും കയറി കൈലാസത്തിലേക്ക് പ്രയാണം നടത്തിയെന്ന വിശ്വാസത്തെ അനുസ്മരിച്ചാണ് നൂറ്റാണ്ടുകളെ കർക്കിടകത്തിലെ ചോതിനാളിൽ ഈ മഹോത്സവം നടക്കുന്നത്. രണ്ട് സമൂഹങ്ങളുടെ സാംസ്കാരികവും ആത്മീയവുമായ ബന്ധത്തിന്റെ അപൂർവ പ്രതീകമാണ് ഈ ആഘോഷം. TCV കൊടുങ്ങല്ലൂർ. ചെറുതുരുത്തിയിൽ 86 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. അത്തിക്കപ്പറമ്പ് ആലിക്കൽ വീട്ടിൽ മുഹമ്മദ് അലിയെയാണ് ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായരും സംഘവും പിടികൂടിയത്. SI ബാബു, പോലീസ് ഉദ്യോഗസ്ഥന്മാരായ വിനീത് മോൻ, ഗിരീഷ്, ഷാഫി, സുബിൻ ചന്ദ്രൻ, മനു, സുജി തുടങ്ങിയവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ PMR-KVY റാഫ്താർ പദ്ധതിയുടെ ഭാഗമായി സ്റ്റാർട്ടപ്പുകൾക്കുള്ള ആദ്യഘട്ട ധനസഹായ വിതരണവും ഒരു മാസത്തെ സൗജന്യ കാർഷിക സംരംഭകത്വ വികസന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T. സിദ്ദിഖ് നിർവഹിച്ചു. 10 സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായ തുകയുടെ ആദ്യ ഗഡുവാണ് വിതരണം ചെയ്തത്. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ C. സജിത റാണി, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഇലക്ട്രിക്കൽ ട്രേഡേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഇലക്ട്രിക്കൽ എക്സ്പോ MLA രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന എക്സ്പോയിൽ 30ഓളം പ്രമുഖ കമ്പനികളുടെ സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. നൂതന രീതിയിലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും ഫിറ്റിംഗ്സുകളും LED ലൈറ്റുകളും എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു. കുട്ടികളിലെ സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ തൃശൂർ റൂറൽ ജില്ലാതല ഉദ്ഘാടനം നടവരമ്പ് സ്കൂളിൽ നടന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അധ്യാപിക MK പ്രീതി, കൊച്ചി സിറ്റി സൈബർ ഡോം സബ് ഇൻസ്പെക്ടർ AR ഷിജു, തൃശൂർ റൂറൽ DCRB DYSP KP ബെന്നി, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SHO T. ഡിലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന് തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ NA സച്ചിൻ, TP ശ്രീനാഥ്, K. സുദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി വിഹിതമായ 1 കോടി രൂപ വിനിയോഗിച്ച് മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ മന്ദിരം പണിയുന്നത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CC ബിജു, റെനി ജിജീഷ്, വാർഡ് മെമ്പർ അക്ഷയ് സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവം വാർഡ് കൌൺസിലർ ബൈജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത സൌണ്ട് എഞ്ചിനീയറും ഫിലിം സൌണ്ട് മിക്സറുമായ തമ്പി ജോജു മുഖ്യാതിഥിയായി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് KP ബിനു, മാനേജർ സിസ്റ്റർ ഡോക്ടർ OU ജിൻസി, ജീൻ മൂക്കൻ, ഷീന കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു.
കുന്നംകുളം പ്രസ് ക്ലബിന്റെ പ്രാദേശിക മാധ്യമ പുരസ്കാര വിതരണം വെള്ളിയാഴ്ച രാവിലെ 11-ന് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുരസ്കാര വിതരണം മന്ത്രി ഒ.ജെ. ജനീഷ് നിർവഹിക്കും. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ, സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, ട്രഷറർ പി.എസ്. ടോണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ സെന്റ് ജോസഫ് UP വിദ്യാലയത്തിൽ യുറേക്ക സയൻസ് എക്സ്പോയും ചാന്ദ്രദിനാഘോഷവും സംഘടിപ്പിച്ചു. മൂന്നുമുറി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ തണ്ടിയേക്കൽ, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ടോംസി ജിപ്സൺ പൌലോസ്, PTA പ്രസിഡന്റ് AV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളിൽ ശാസ്ത്രീയ അവബോധവും ബഹിരാകാശ ഗവേഷണത്തിൽ താൽപര്യവും വളർത്തുന്നതിനായി സംഘടിപ്പിച്ച സയൻസ് എക്സ്പോയിൽ സയൻസ് പരീക്ഷണങ്ങൾ, സ്റ്റിൽ മോഡലുകൾ, വർക്കിംഗ് മോഡലുകൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക ജിഷ ഉദ്ഘാടനം ചെയ്തു. കായിക അധ്യാപകൻ സുബിൻ നേതൃത്വം നൽകി. സ്കൂൾ ലീഡർ നിയാല നിലോഫറിൽ നിന്നും പ്രധാന അധ്യാപിക ജിഷ ദീപശിഖ ഏറ്റുവാങ്ങി. ദേശീയപാത മണത്തല മുല്ലത്തറ അടിപ്പാതയ്ക്ക് സമീപമുള്ള സർവീസ് റോഡരികിൽ സാമൂഹ്യവിരുദ്ധർ ശുചിമുറി മാലിന്യം തള്ളി. പാതയോരത്തെ പുൽക്കാടുകളിലെ വെള്ളക്കെട്ടിലേക്കാണ് മാലിന്യം ഒഴുക്കിവിട്ടത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് ചാവക്കാട് നഗരസഭ അധികൃതരെ വിവരം അറിയിച്ചത്. തുടർന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ബ്ലീച്ചിംഗ് പൌഡർ വിതറി. രാത്രികാലങ്ങളിൽ മേഖലയിൽ മാലിന്യം തള്ളുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നംകുളം നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അമൃതം ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല കുത്താമ്പുള്ളി പാതയിലെ എരവത്തൊടി വൈദ്യുരുപടി ബസ് സ്റ്റോപ്പിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വെള്ളം കുത്തിയൊഴുകി വലിയ ഗർത്തം രൂപപ്പെട്ടതിനാൽ റോഡിൽ അപകട ഭീഷണിയും വർദ്ധിച്ചു. വാഹനങ്ങൾ വരുമ്പോൾ ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നതിനാൽ കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടിലായി. പൊട്ടിയ പൈപ്പിലൂടെ മലിനജലം അകത്തു കയറുകയാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,430 രൂപ, പവന് 1,07,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പീച്ചിയിൽ വീണ്ടും ഭൂചലനം. ബുധനാഴ്ച രാവിലെ 8:45-നും 9-നും ഇടയിൽ വെള്ളക്കാരിത്തടം, തെക്കേക്കുളം, പള്ളിക്കുന്ന, പീച്ചി എന്നീ പ്രദേശങ്ങളിലാണ് പ്രകമ്പനം ഉണ്ടായത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം തുടർക്കഥയാകുന്നു. പരാതിയുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ. ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകി മോട്ടോർ വാഹന വകുപ്പ്. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനെ ചൊല്ലി SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. 4 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടിയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയുടെ സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി സ്വദേശി ദിൽജിത്താണ് പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.